വിൻറ്റേജ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ 20, 2025. സിനിമയെ സ്നേഹിക്കുന്ന ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു തീരാ ദുഃഖത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീനിവാസൻ നമ്മളെ വിട്ട്, സിനിമാ ലോകത്തെ വിട്ട്, ഈ ലോകത്തെ വിട്ട് പോയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ ആസ്വദിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ ദുഃഖമാണ്. എന്നിരുന്നാലും ആ പ്രതിഭാധരനായ ആ മികച്ച കലാകാരൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്ന ഒരുപാട് സംഭാവനകൾ, തിരക്കഥകൾ, ആ തിരക്കഥകൾ അനശ്വരമാക്കിയ സിനിമകൾ, ശ്രീനിവാസൻ ഇന്നും ഇനിയും മലയാളികളുടെ ഇടയിൽ ജീവിക്കും. പട്ടിണിപ്പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മയെന്ന് എല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞ എന്നെ പറ്റി ആയിരിക്കില്ല, തനിക്ക് വീട് മാറിയതാവും. ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി. അഭിനേതാവെന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും എത്രയോ മികച്ച സൃഷ്ടികളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ശ്രീനിവാസന്റെ ഫിലിമോഗ്രഫിയെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ് ഈ നിമിഷം. മണിമുഴക്കം എന്ന സിനിമയിലാണ് ശ്രീനിവാസൻ ആദ്യമായി അഭിനയിക്കുന്നത്. അതിനുശേഷം സംഘഗാനം എന്ന സിനിമയിലൂടെ ഒരു ലീഡ് റോളിൽ വന്നു. അതിന് പിന്നാലെ മേള എന്ന KG ജോർജിന്റെ സിനിമയിൽ ഒരു മുഖ്യ വേഷം ചെയ്തു. കൈരളി TVക്കകത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതിൽ പറയുകയാണ്, അദ്ദേഹം ഈ സിനിമകൾക്ക് ശേഷം അയാളുടെ മനസ്സിലേക്ക് ഒരു വാശി കയറുകയാണ്. ഇനി നല്ല സിനിമകളുടെ മാത്രം ഭാഗമേ ആകുന്നുള്ളൂ, ചുമ്മാ ചാടിക്കേറി സിനിമകൾക്കൊന്നും തലവെക്കുന്നില്ല, നല്ല സിനിമകളുടെ മാത്രം ഭാഗമാവുക. എനിക്ക് മനസ്സിലായില്ല. വർക്കിച്ചൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഹീസ് എ ട്രൂ ലവർ ഓഫ് ചൈനീസ് ഫുഡ്. വർക്കിച്ചിനോട് ഒരു കുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. യെസ്, ഐ ആം ദാറ്റ് കുക്ക്. അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കഴിവിനെ അദ്ദേഹം തിരിച്ചറിയുന്നത്. തിരക്കഥ രചന എന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ അദ്ദേഹം പുറത്തെടുക്കുകയാണ്. അങ്ങനെയാണ് ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമ പിറക്കുന്നത്. പ്രിയദർശനുമായി കൂട്ടുകൂടിയുള്ള ആദ്യത്തെ സിനിമ. അതിൻ്റെ കഥയും തിരക്കഥയും എല്ലാം ശ്രീനിവാസനായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷവും ചെയ്തു. ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. അത് അന്നത്തെ കാലത്തെ മലയാളികളുടെ ഇടയിലെ യുവജനങ്ങളുടെ യഥാർത്ഥ ജീവിതം നമുക്ക് പങ്കുവെച്ച ഒരു സിനിമയാണ്. ഹാസ്യത്തിന്റെ രൂപത്തിലൂടെ അന്നത്തെ യുവജനങ്ങളുടെ തമാശകളും അവരുടെ ചെറിയ കള്ളത്തരങ്ങളും ഒക്കെ നമുക്ക് മുന്നിലേക്ക് സമർപ്പിച്ചു. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, അങ്ങനെ മലയാളികളുടെ ഇടയിലേക്ക് ഒരു പുതിയ തിരക്കഥാകൃത്ത് ജനിക്കുകയാണ്, ശ്രീനിവാസൻ. അത് അന്നത്തെ കാലം വരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുകയായിരുന്നു. അവനെ പറഞ്ഞു വിടണ്ട, അവൻ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന നോ സോറി ഓഫ് ദ എക്സ്ക്യൂസ് ബിലീഫ്. ശ്രീനിവാസൻ പിന്നീട് എഴുതിയ ഓരോ തിരക്കഥകളും ആ ഓരോ സിനിമകളും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇനി മുയലാളി ഒന്ന് വലിക്കും. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാൽ മതി. കേരളത്തിലെ മധ്യവർഗ സമൂഹത്തിന്റെ ജീവിതം ഇത്രയും കൃത്യമായിട്ട് വരച്ചു ചേർത്ത ഒരു കഥാകൃത്ത് മലയാള സിനിമയിൽ ഇന്നേ വരെ പിറന്നിട്ടില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ് ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ, ഇത് 5 മിനിറ്റ് കൊണ്ട്. സാധാരണക്കാരെയും ബുദ്ധിജീവികളെയും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന, വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളാണ് ശ്രീനിവാസന്റെ രചിച്ചിട്ടുള്ളത്. എന്ത് തെമ്മാടിത്തരമാണ് നീ കാണിച്ചത്? എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് എറിയേ. ഇന്നു മുതൽ ഈ വീട്ടിലുള്ളവരെല്ലാം സസ്യബുക്കുകളാണ്. ഓരോ സിനിമകളും, ശ്രീനിവാസൻ അന്ന് രചിച്ച ഓരോ സിനിമകളും ഇന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും
നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള രചനകളാണ്. പ്രത്യേകിച്ച് സന്ദേശം എന്ന സിനിമ ശ്രീനിവാസന്റെ ഏറ്റവും മനോഹരമായി ഇഷ്ടപ്പെടുത്തിയ, എന്നിലെ പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തിയ സിനിമകൾ ഒരുപാടുണ്ട്. പക്ഷെ എങ്കിലും സന്ദേശം എന്ന സിനിമ തന്നെ ആദ്യമേ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സിനിമയിലെ കഥാപാത്രങ്ങൾ, അന്നത്തെ കാലത്തെ രാഷ്ട്രീയം, അത് ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം ഇന്നും നമ്മൾ സന്ദേശം എന്ന സിനിമ കാണാൻ നേരത്ത് നമ്മൾ അത്ഭുതകരമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രയോ വർഷം മുമ്പിറങ്ങിയ ആ സിനിമ ഇന്നത്തെ കാലത്തെയും രാഷ്ട്രീയത്തെയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശ്രീനിവാസൻ ഒരു ജീനിയസ് ആണെന്നുള്ള സത്യം നമ്മളിലേക്ക് തിരിച്ചറിവുണ്ടാക്കുന്നത്. പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. പിന്നീട് വരവേൽപ്പ് എന്ന സിനിമ നമുക്ക് ചർച്ച ചെയ്യാം. ആ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഒരുപാട് വർഷങ്ങൾ കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസിയെയാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ പിന്നീട് അയാൾ മനസ്സിലാക്കുകയാണ് താൻ ഇത്രയും നാൾ ആർക്കു വേണ്ടി അധ്വാനിച്ചോ അവർ തന്നെയാണ് തനിക്കെതിരെ നിൽക്കുന്നത് എന്നുള്ള സത്യം അയാൾ മനസ്സിലാക്കുന്ന ആ ഒരു കഥ വരവേൽപ്പ് എന്ന സിനിമയും ഹാസ്യരൂപേണ നമ്മുടെ മുന്നിൽ ശ്രീനിവാസൻ സമർപ്പിച്ചു. അതും ഇരു കൈകളും നീട്ടി ഓരോ മലയാളികളും സ്വീകരിച്ചു. കിട്ടിയില്ലേ സാർ? Shut up, you killer. Do you want to finish off me, you bloody murderer? അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല. ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ. റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? Don't try to teach me, beggar. പിന്നീട് നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ദാസനും വിജയും, ആ കഥാപാത്രങ്ങൾ ഇന്നും ഓരോ മലയാളികളുടെ ഇടയിലും മറക്കാൻ പറ്റാത്ത, എന്നും ആവർത്തിച്ച് അതിൽ ഓരോ ഡയലോഗുകളും നമ്മൾ ഓരോരുത്തരും പറയും. അത്രയധികം ഓരോ കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും പ്രിയപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ദാസനും വിജയനും. അത് മോഹൻലാലും ശ്രീനിവാസനും കൂടിയുള്ള ആ ഒരു കൂട്ടുകെട്ടിൽ അവരെത്ര ഭംഗിയായിട്ടാണ് രണ്ടുപേരുടെയും ആ ഒരു കോംബോ വന്നതും അതിലെ ഓരോ സീനുകളും നമ്മൾ എന്നും ഓർത്തിരിപ്പുണ്ട്. പലപ്പോഴും നമ്മളതിലെ ഓരോ സീനുകൾ എത്ര തവണ കണ്ടാലും മറക്കത്തില്ല. അതും അന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കളുടെ ഇടയിലെ ജോലിയില്ലായ്മയും അവർ അതുകൊണ്ട് അനുഭവിക്കുന്ന അസ്വസ്ഥതകളും ഒക്കെയാണ് ആ സിനിമയിലൂടെ ശ്രീനിവാസൻ എഴുതി ചേർത്തത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലും ജോലിക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ജോലി കിട്ടാത്ത യുവാക്കളുണ്ട്. അവർ ഇവിടെ ജോലി കിട്ടാത്തത് കാരണം വിദേശത്ത് പോകാൻ തുടങ്ങുന്നു. ഇന്ന് വിദേശത്ത് പോകാൻ വേണ്ടി ഓരോ ഏജൻസികളെ സമീപിക്കാൻ നേരത്ത് എന്തുമാത്രം തട്ടിപ്പിന് ഇരകളാവുകയാണ് ഇവിടുത്തെ ഓരോ യുവജനങ്ങളും. അതല്ലേ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ശ്രീനിവാസൻ അന്ധകാലത്ത് ചെയ്തു വെച്ചത്. അതിലെ ഗഫൂർക്ക എന്ന് പറയുന്ന കഥാപാത്രം, മാമുക്കോയെ ചെയ്ത് അനശ്വരമാക്കിയ കഥാപാത്രം, അത് ഇന്നത്തെ കാലത്തെ ഓരോ ഏജൻസികളിലൂടെയും നമ്മൾ ഓരോ ഗഫൂർക്കമാരെയും കാണുന്നുണ്ട്. ശ്രീനിവാസൻ എന്തുമാത്രം ഒരു ലെജൻഡ് ആയിരുന്നു എന്ന് ഈ സിനിമകളും ഇന്നത്തെ നമ്മുടെ സമൂഹവും ഒക്കെയായിട്ട്, സമൂഹത്തിലെ ഓരോ സംഭവങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതുമാണ്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന് അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ല എന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ട്, കേട്ടൻ എനിക്കുണ്ട്. പ്രിയദർശൻ, സത്യനന്ദിക്കാട്, കമൽ തുടങ്ങി ഒട്ടനവധി മലയാള സിനിമയിലെ അന്നത്തെ കാലത്തെ പ്രമുഖ സംവിധായകരോടൊപ്പം ശ്രീനിവാസൻ തിരക്കഥ എഴുതി അവരോടൊപ്പം ഒരുമിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പ്രിയദർശനും സത്യനന്ദിക്കാടുമാണ്. അതിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കോംബോയിൽ വന്ന സിനിമകളാണ്. ഒരുപാട് സിനിമകൾ. സന്മനസ്സുള്ളവർക്ക് സമാധാനം, എത്ര മനോഹരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. വാടക ഒഴിപ്പിക്കാൻ വരുന്ന ഒരു ഹൗസ് ഓണറുടെ കഥ, അത് എത്ര തവണ കണ്ടാലും അതിലെ ഓരോ സീനുകളും മറക്കത്തില്ല. കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല, ഞാൻ അറിയിക്കാം. അതുപോലെ തന്നെ ശ്രീനിവാസൻ തന്നെ തിരക്കഥയും സംവിധാനവും ചെയ്ത് അഭിനയിച്ച സിനിമ വടക്കു നോക്കി യന്ത്രം. ദിനേശ, എന്താ സാറേ? നിന്നെയാണ് വാല് ഓർക്കാൻ, മര്യാദയ്ക്ക് വാല് ഓർക്കാൻ. പ്രിയദർശന്റെ കൂടെ വന്ന ഒരുപാട് തമാശ സിനിമകൾ, അരം പ്ലസ് അരം കിന്നരം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. This is a car.
What the hell are you doing here? We are doing a car. ശ്രീനിവാസൻ്റെ തൂലികയിൽ എത്രയോ നല്ല കഥാപാത്രങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ അനശ്വരമാക്കിയിട്ടുള്ളത്. പൂച്ച തിന്നു. പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. എന്തിനാ? എന്നാലും ദഹിക്കും. ഒരു പ്രത്യേക ജീവിതമല്ലേ. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ സാഗർ കോട്ടപ്പുറം എന്ന ലാലേട്ടൻ ചെയ്ത കഥാപാത്രം ഒരു മലയാളികളും ഒരു കാലത്തും മറക്കുകയില്ല. എന്താണ് എന്റെ നോവലുള്ളത്? പണക്കാരിയായ ഒരു കാമുകി, കൂലിവേലക്കാരനായ കാമുകൻ, വില്ലൻ കാമുകിയുടെ അച്ഛൻ. ഇതേ ഞാൻ അടുത്ത് മറിച്ചിടും. പുതിയതിൽ കാമുകൻ പണക്കാരൻ, കാമുകി കൂലിവേലക്കാരി, അച്ഛൻ സെയിം. അതുപോലെ തന്നെ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ മമ്മൂക്ക അഭിനയിച്ച ആ കഥാപാത്രവും അതിലെ ക്ലൈമാക്സ് രംഗം കാണുന്ന ഒരു മലയാളികളുടെയും കണ്ണിൽ കൂടി ഈറനണിയാതെ അത് അവസാനിപ്പിക്കുകയില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ആ ഒരു സീനിലും ശ്രീനിവാസൻ എന്ന രചയിതാവ് തൻ്റെ തൂലിക അനശ്വരമാക്കിയത്. ശ്രീനിവാസൻ സിനിമകൾ ഒരു മെഡിറ്റേഷനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രെസ് നിറഞ്ഞ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഈ സ്ട്രെസ് മാറ്റാൻ വേണ്ടി ശ്രീനിവാസൻ ഇത്തരക്കഥ ഒരുക്കിയ പഴയ ഏതെങ്കിലും ഒരു സിനിമ കാണുവാണെങ്കിൽ ആ നിമിഷം നമ്മുടെ ആ സ്ട്രെസ് മാറി കിട്ടും. അതുകൊണ്ട് ഇതൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെ ഓരോ സിനിമകളും ശ്രീനിവാസൻ എന്ന ആ പ്രതിഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ എന്താണെന്നുള്ളത്, മലയാളികൾ എന്താണെന്നുള്ളതും നമ്മൾ നിൽക്കുന്ന അവസ്ഥ ഏത് രീതിയിലുള്ളതാണെന്നും നമ്മളെ അദ്ദേഹം ഹാസ്യത്തിൻ്റെ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ്. 7 വൻകരകളിലായിട്ട് എത്രയോ കോടി ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഭൂമിയിൽ എനിക്കൊരു സെന്റ് ഭൂമിയില്ല രാമു. പിന്നെന്ത് നാട്? ഈശ്വര ഭഗവാനെ, എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോൾ പരമദുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു. ഇന്നസെൻ്റ്, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ നടന്മാരെ എത്ര കൃത്യമായിട്ടാണ് ശ്രീനിവാസൻ ഓരോ സിനിമകളിലും യൂസ് ചെയ്തത്. അഴകിയ രാവണൻ എന്ന സിനിമയിലെ കരയോഗ പ്രസിഡൻ്റായിട്ട് ഇന്നസെൻ്റ് ചെയ്ത ക്യാരക്ടർ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അത്രയധികം നമ്മളെ ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നില്ലേ അത്. മരിക്കുന്നത് വരെ എന്നും ഡൽഹിന്ന് വിളിക്കും. ഞാൻ ഫോൺ എടുക്കുകയില്ല. വലിയ ശല്യ. ഡൽഹി പോവാൻ നമുക്ക് എവിടെ സമയം? മരിച്ചിട്ടും പോയില്ല. മരിച്ചിട്ട് പോവാത്തത് അന്ന് മാപ്രാണം കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. എന്ത് പറ്റി? അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. ബഹുമാന്യനായ ഈ മഹാപ്രതിഭയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മപ്രണാമം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.